പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങളെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വന്നാലോ? യാത്രയ്ക്ക് മുമ്പ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എന്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്ക് ഒരു അനിയനും കൂടിയുണ്ട്. എന്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എന്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തൊഴിലിൽ തൊഴിലാളിയാണ് എന്റെ അമ്മ. എന്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എന്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു. ഞാൻ ചമേലി. ഞങ്ങൾ ആസാം സ്വദേശികളാണ്. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ച യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് മരിച്ചു കിട്ടാൻ കുറെ പാടുപെട്ടു. എല്ലായിടത്തും പോകാനുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പപ്പായും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളൊക്കെയാണ്. കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മായയ്ക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്നും പീലി ഉറപ്പു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാകും എന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. യാത്രയ്ക്ക് പീലിയുടെ ഗ്രാമത്തിലേക്ക് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. മൂന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. പീലിയുടെ ഗ്രാമം. ഹായ്, അതാ പീലിയുടെ ഗ്രാമം. അതാ പീലി. അതാ പീലി. എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു. എന്താ ഇത്ര വൈകിയത്? വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതാണ് എന്റെ അമ്മ. ഇതാണ് എന്റെ അമ്മ. ഹായ് മക്കളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു അമ്മേ. എല്ലാവരും വരൂ. ഒത്തിരി നടന്ന് ക്ഷീണിച്ച് കാണും അല്ലേ? നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം.
എന്തു നല്ല രുചി! ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരണേ. നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛൻ വയലിലുണ്ടാവും, അങ്ങോട്ട് പോയിക്കോളും, ഗ്രാമവും കാണാമല്ലോ. എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്റെ സംശയം അതൊന്ന് വെച്ചാൽ, റേഞ്ചും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും ബീലി? ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു. നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയും പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ചുല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. വരൂ. വരൂ മക്കളെ, എന്താണ് വേണ്ടത്? ഹായ്, നല്ല തൊപ്പി. എനിക്കൊരു തൊപ്പി വേണം. ഞങ്ങൾക്ക് വേണം തൊപ്പി. ആഴ്ചചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നത്, അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നത്. പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്. എനിക്ക് ഈ കാഴ്ചകളെ കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി. നഗരജീവിതം മാത്രം രസമാണെന്ന് ഞാൻ വിചാരിച്ചത് ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. എന്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണെന്ന് മാ പറഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയത്. ആ ചിന്ത മാറി. വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. എന്നെ എല്ലാവരും മാറ്റി നിർത്തും, മറ്റൊരു നാട്ടിൽ നിന്ന് വന്നവരായി മാറ്റി നിർത്തുക എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അതിവിടെ വന്നപ്പോൾ മാറി. എനിക്ക് ഈ കാഴ്ചകളൊക്കെയും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല. ഞങ്ങൾക്ക് നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും ഒരുപാട് ഇഷ്ടപ്പെട്ടു.